നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ബാലഗോകുലം കൂത്തുപറമ്പ് താലൂക്കിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച 8 സ്ഥലങ്ങളിലായി ശോഭയാത്രകൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ബാലഗോകുലം കൂത്തുപറമ്പ് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 26-ന് 8 സ്ഥലങ്ങളിൽ ശോഭായാത്രകൾ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇത്തവണ കൂത്തുപറമ്പ് താലൂക്കിൽ ബാലഗോകുലം നിശ്ചയിച്ചിട്ടുള്ളത് 8 ശോഭായാത്രകളാണ്. കൂത്തുപറമ്പ് ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിപാടി തൊക്കിലങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് കൂത്തുപറമ്പ് ടൗണിൽ സമാപിക്കുന്ന ഒരു പരിപാടി. രണ്ടാമത്തേത് 6-ാം മൈലിൽ നിന്ന് ആരംഭിച്ച് പൂക്കോട് ടൗണിൽ സമാപിക്കും. 3 ഓടക്കാട് നിന്ന് ആരംഭിച്ച് മമ്പറം ടൗണിൽ സമാപിക്കുന്ന ഒരു ശോഭായാത്ര. 4-മത്തത് മേലെ കരേറ്റിൽ നിന്ന് ആരംഭിച്ച് അളകാപുരി ടൗണിൽ സമാപിക്കും. 5 മാനന്തേരിയിൽ നിന്ന് ആരംഭിച്ച് വണ്ണാത്തിമുലയിൽ സമാപിക്കുന്ന ഒരു പരിപാടി. 6 ചിറ്റാരിപ്പറമ്പ് ടൗൺ കേന്ദ്രീകരിച്ച് ചുണ്ടയിൽ നിന്ന് ആരംഭിച്ച് ചിറ്റാരിപ്പറമ്പിൽ സമാപിക്കും. 7-മത്തത് കോളയാട് കേന്ദ്രീകരിച്ച് ചങ്ങലഗേറ്റിൽ നിന്ന് ആരംഭിച്ച് കോളയാട് ടൗണിൽ സമാപിക്കുന്ന 7-മത്തെ പരിപാടി. 8 ചെറുവാഞ്ചേരി ടൗൺ കേന്ദ്രീകരിച്ച് കല്ലുവളപ്പിൽ നിന്ന് ആരംഭിച്ച് ചെറുവാഞ്ചേരി ടൗണിൽ സമാപിക്കും. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതാണ് ഈ വർഷത്തെ ബാലഗോകുല ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. ബാലഗോകുലം കൂത്തുപറമ്പ് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ തൊക്കിലങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്ര കൂത്തുപറമ്പ് നിർദ്ദിഷ്ട പാറാൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും. കോട്ടയം മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ 6-ാം മൈലിൽ നിന്ന് ആരംഭിച്ച് മെയിൻ റോഡ് വഴി പൂക്കോട് സമാപിക്കും. മമ്പറം മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഓടക്കാട് നിന്ന് ആരംഭിച്ച് മെയിൻ റോഡ് വഴി മമ്പറം ടൗണിൽ സമാപിക്കും. കരേറ്റ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ മേലെ കരേറ്റിൽ നിന്ന് ആരംഭിച്ച് മെയിൻ റോഡ് വഴി അളകാപുരി ശ്രീരാമക്ഷേത്ര റോഡിൽ സമാപിക്കും. ചിറ്റാരിപ്പറമ്പ് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചുണ്ടയിൽ നിന്ന് ആരംഭിച്ച് ചിറ്റാരിപ്പറമ്പ് ടൗണിൽ സമാപിക്കും. കോളയാട് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചങ്ങലഗേറ്റ് ശ്രീനാരായണ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച് കോളയാട് ടൗണിൽ സമാപിക്കും. മാനന്തേരി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ മാനന്തേരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച് വണ്ണാത്തിമുലയിൽ സമാപിക്കും. ചെറുവാഞ്ചേരി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കല്ലുവളപ്പിൽ നിന്ന് ആരംഭിച്ച് ചെറുവാഞ്ചേരി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ സമാപിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പത്രസമ്മേളനത്തിൽ ആഘോഷ പ്രമുഖ് സനീഷ് ഓലായിക്കര, ബാലഗോകുലം കൂത്തുപറമ്പ് കാര്യദർശി എം തീർത്ത, എ പി പുരുഷോത്തമൻ, പി ബിനോയ് എന്നിവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ്.